നമസ്കാരം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് കണ്ട് ഞെട്ടി ഇന്നും വി ഡി സതീശൻ സർക്കാർ. മൂട്ടിൽ തീ പിടിച്ചതുപോലെ വി ഡി സതീശൻ സർക്കാർ ഇന്ന് സഭയിൽ കിടന്ന് ഓടുന്നത് കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു. PM ശ്രീയിൽ അടിയന്തര പ്രമേയത്തിനാണ് ഇന്ന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനാകില്ലെന്ന് സതീശൻ സർക്കാർ പറഞ്ഞു. അനുമതി നിഷേധിച്ച് സ്പീക്കർ. UDF സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിപക്ഷത്തിനെതിരെ BJP MLA-മാരും. പക്ഷേ പിണറായി വിജയന്റെ വാക്കൌട്ട് പ്രസംഗത്തിൽ മേനോൻ സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട്. ശേഷം സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. PM ശ്രീയിൽ വല്ലാത്തൊരു ഒത്തുകളിയാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് സഭയിൽ ആഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബഹളമുണ്ടാക്കി പ്രസംഗം അലങ്കോലപ്പെടുത്താൻ നോക്കിയ ഭരണപക്ഷത്തോട് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂവെന്ന് മാസ് ഡയലോഗ്. ഒരൊറ്റ ഡയലോഗിൽ ഞാഞ്ഞൂടുകളൊക്കെ നിലംപരിശായി. അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ലീഗിനെയും KM ഷാജിയെയും നോട്ടമിട്ട് പിണറായി വിജയന്റെ തീപ്പൊരി ചോദ്യം. എന്തേ ഇപ്പോൾ ഒഴുക്കാൻ തയ്യാറാകാത്തതെന്നും അദ്ദേഹം ചോദിച്ചപ്പോൾ പ്രതിപക്ഷ സ്വരത്തിന് മുമ്പിൽ സർക്കാർ ആടി ഉലയുന്ന കാഴ്ചയും നമ്മൾ ഇന്ന് കണ്ടു. അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനകം അതുവരെ ഉണ്ടായിരുന്ന നിലപാടുകളെല്ലാം മാറ്റിയില്ലേ എന്ന് VD സതീശനെ നോക്കി പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. താങ്കളുടെ കാലത്ത് PM ശ്രീ നടപ്പിലാക്കിയിട്ടില്ലെന്ന വാദം കേന്ദ്ര സർക്കാരും ശരിവെക്കുകയാണെന്നും കേന്ദ്ര സർക്കാരും അത് സമ്മതിക്കുന്നുണ്ടെന്നും പിണറായി വിജയൻ ഇന്ന് സർക്കാരിനെ നോക്കി പറഞ്ഞു. ഇത് നടപ്പിലാക്കാൻ പറ്റുക ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തപ്പോൾ പണി മൊത്തം പാളുമല്ലോ ഗെയ്സ് എന്ന മോഡിലാണ് പൂക്കി മന്ത്രിസഭയിലെ പൂക്കി MLA-മാരും പൂക്കി മുഖ്യമന്ത്രിയും ഒക്കെ ഇരുന്നത്. 102 ഈ PM ശ്രീ ഫാൻസും പ്രതിപക്ഷത്തെ നോക്കി പണിപ്പാളിട്ട എന്ന രീതിയിൽ ഇരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നെയും പ്രസംഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സതീശൻ സർക്കാരിന് കൂടുതൽ പാരയായി. LDF സർക്കാർ കരാർ മരവിപ്പിക്കുകയാണ് ചെയ്തതെന്നും നിലവിൽ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടില്ലെന്നും ധാരണാപത്രപ്രകാരം ചെയ്യേണ്ട ഒരു കാര്യവും സർക്കാർ ചെയ്തിട്ടില്ലെന്നും സ്കൂളുകളുടെ ലിസ്റ്റ് കേന്ദ്രത്തിന് കൊടുക്കാത്തത് തന്നെ പദ്ധതി നടപ്പിലാക്കാൻ LDF സർക്കാരിന് ഉദ്ദേശമില്ല എന്നതിന്റെ തെളിവാണെന്നും ഒക്കെ എന്തായാലും അദ്ദേഹം തെളിവ് നിർത്തി സംസാരിച്ചപ്പോൾ എന്തായാലും സർക്കാരിന്റെ ഒരു ശവമടക്ക് നടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു അടിയായി പോയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. LDF സർക്കാർ മരവിപ്പിച്ച പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF-ന്റെ ശ്രമമെന്നും വിദ്യാഭ്യാസത്തിന്റെ കൂട്ടക്കൊലയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് പറഞ്ഞത് സോണിയാഗാന്ധിയാണെന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത P പ്രസാദ് ഇന്ന് സഭയിൽ ആഞ്ഞടിച്ചു. ശേഷം സംസാരിച്ച K രാജനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേന്ദ്ര സർക്കാർ വക്കീലിനെ പോലെ ഈ വിഷയത്തിൽ വാദിക്കുകയാണെന്ന് പരിഹസിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പറയാനുള്ളതെല്ലാം സഭയിൽ പറഞ്ഞ ശേഷമാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ച് പുറത്തിറങ്ങിയത്. എന്തുകൊണ്ടാണ് VD സതീശൻ സർക്കാർ നടപ്പിലാക്കുമെന്ന് വാശി പിടിക്കുന്ന PM ശ്രീക്കെതിരെ പ്രതിപക്ഷം ഭരണപക്ഷത്തിരുന്നപ്പോഴുള്ള നിലപാട് തന്നെ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് നടപ്പിലാക്കരുതെന്ന് വാദിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടെന്നേ. എന്തിനാണ് ഈ PM ശ്രീ പദ്ധതിക്കെതിരെ DYFI-യും SFI-യും തെരുവിൽ സമരം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു വലിയ കാരണമുണ്ടെന്നേ. എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി സർക്കാർ നിഷേധിച്ചതെന്ന് ചോദിച്ചാൽ അതിനും ഒരു കാരണമുണ്ട്. അറിയണ്ടേ? അതും ജനം അറിയണം. വാർത്ത മുഴുവനായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് നടപ്പിലാക്കുന്നതോടെ മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. ആരാണ് ഗാന്ധി എന്നും അതുപോലെ തന്നെ ഗാന്ധി നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകളൊന്നും നമ്മുടെ കുട്ടികൾ അറിയപ്പെടാതെ പോകും. ഗാന്ധിയുടെ കൊലപാതകിയെ, അതായത് നാഥുറാം വിനായക് ഗോഡ്സെയെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ലാതാകും. അതാണ് അവരുടെ ആവശ്യം. ഗാന്ധിജിയുടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനായുള്ള ശ്രമങ്ങളാണ് ഹൈന്ദവ തീവ്രവാദികളെ പ്രകോപിപ്പിച്ചതെന്ന ഭാഗം ഒഴിവാക്കപ്പെടും. ഗാന്ധിവധത്തെ തുടർന്ന് RSS-നെ അന്നത്തെ സർക്കാർ നിരോധിച്ചിരുന്നു എന്ന ചരിത്ര വസ്തുത കൂടാതെ ഇന്ത്യൻ ചരിത്രത്തിലെ വലിയൊരു കാലഘട്ടമായ മുഗൾ സാമ്രാജ്യം, അതായത് അക്ബർ, ഷാജഹാൻ തുടങ്ങിയവരുടെ ഭരണം, ഡൽഹി സുൽത്താനേറ്റ് എന്നിവയെക്കുറിച്ചുള്ള അധ്യായങ്ങൾ അതൊക്കെ ഇപ്പോൾ തന്നെ NCERT വലിയ തോതിൽ തന്നെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അങ്ങനെ വെട്ടിമാറ്റിയ ഭാഗങ്ങളാകും പിന്നീട് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ എത്തുക. രാജ്യത്തിന്റെ സമ്മിശ്ര സംസ്കാരത്തെയും മുസ്ലിം ഭരണാധികാരികളുടെ സംഭാവനയെയും ചരിത്രത്തിൽ നിന്ന് മനഃപൂർവ്വം തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് PM ശ്രീ നടപ്പിലാക്കിയാൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു കാര്യം. ഗുജറാത്ത് കലാപം 2002 നടന്നത്, അതിനെ സംബന്ധിച്ച ഭാഗങ്ങളെ പറ്റി പിന്നീട് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കലാപത്തെ പറ്റി കുട്ടികൾ കേൾക്കുക പോലും ചെയ്യില്ല. അത് ആര് നടത്തിയെന്നും ആ വംശഹത്യക്ക് പിന്നിൽ ആരായിരുന്നുവെന്നും എന്തായിരുന്നു അവരുടെ താല്പര്യമെന്നും ഒക്കെ കുട്ടികൾ പഠിക്കാതെ പോകും. രാജ്യത്ത് നടന്ന ജനാധിപത്യ പോരാട്ടങ്ങൾ, കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം, സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ
വെളുപ്പിച്ചാണ് കുട്ടികളിലേക്ക് എത്താൻ പോകുന്നത്. ഇത് കുട്ടികളിൽ ചോദ്യം ചെയ്യാനുള്ള പ്രവണതയും ജനാധിപത്യ ബോധവും ഒക്കെ ഇല്ലാതാക്കുമെന്നാണ് പിണറായി വിജയനും LDFും പറയുന്നത്. ചരിത്രത്തെ പുരാണങ്ങളുമായും ഐതിഹ്യങ്ങളുമായും കൂട്ടിക്കുഴച്ച് അവതരിപ്പിക്കാൻ ശ്രമം നടക്കും. അതിന് ഉദാഹരണമാണല്ലോ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, പീരിയോഡിക് ടേബിൾ തുടങ്ങിയ ശാസ്ത്രീയ ഭാഗങ്ങൾ സ്കൂൾ സിലബസിൽ നിന്ന് മാറ്റിയത്. അപ്പോ NCERT ഒഴിവാക്കിയ ഈ ചരിത്ര ഭാഗങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് കേരളം ഒരു SCERT എന്ന് പറയുന്ന ഒരു പ്രത്യേക അധിക പാഠപുസ്തകങ്ങൾ പുറത്തിറക്കിയിരുന്നു. എന്നാൽ PM3 പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകുന്ന സ്കൂളുകളിൽ ഈ ബദൽ ചരിത്ര പഠനം സാധ്യമാകില്ലെന്ന അപകടം കൂടി ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത്. PM3 നടപ്പിലാക്കുന്നതോടെ അതുകൂടി ഇല്ലാതാവുകയാണ്. LDF ഭരണകാലത്ത് കേന്ദ്ര NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ പ്രധാന ചരിത്ര ശാസ്ത്ര ഭാഗങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് 11-12 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി പ്രത്യേക അധിക പാഠപുസ്തകങ്ങൾ അന്ന് പുറത്തിറക്കിയിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്ര നിലപാടുകളോട് വിയോജിച്ച് ഇത്തരം ഒരു ബദൽ നീക്കം നടത്തിയത് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അതിൽ ഗാന്ധിവധത്തിന്റെ പൂർണ്ണ ചിത്രമുണ്ട്. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് നാഥുറാം ഗോഡ്സെയാണെന്ന വസ്തുതയുണ്ട്. വധത്തിന് പിന്നിലെ വർഗീയ രാഷ്ട്രീയ പശ്ചാത്തലവും കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. RSS നിരോധനത്തെ പറ്റി പറയുന്നുണ്ട്. ഗാന്ധിവധത്തെ തുടർന്ന് അന്നത്തെ കേന്ദ്ര സർക്കാർ RSSനെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകൾ പാഠപുസ്തകങ്ങളിൽ നിലനിർത്തിയിട്ടുണ്ട്. വിഭജനത്തിന്റെ ആഘാതം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തുണ്ടായ വർഗീയ സംഘർഷങ്ങളും അത് രാജ്യത്തിനുണ്ടാക്കിയ മുറിവുകളും വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഗൾ ഭരണാധികാരികളുടെ ഭരണം, അവരുടെ കാലത്തെ വാസ്തുവിദ്യ, സാഹിത്യം, കാർഷിക ബന്ധങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങൾ പരസ്പരം സ്വാധീനിച്ചും സഹകരിച്ചും ജീവിച്ചതിന്റെ ചരിത്രപരമായ തെളിവുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്ത് ജനങ്ങൾ നടത്തിയ സമരങ്ങളുടെ ചരിത്രം കുട്ടികൾ പഠിക്കണമെന്ന് കേരളം അതിൽ വാദിക്കുന്നുണ്ട്. ദളിത് പാന്തേസ് മുന്നേറ്റം, ചിപ്കോ പ്രസ്ഥാനം, നർമ്മദ ബച്ചാവോ ആന്തോളൻ, കർഷക സമരങ്ങൾ എന്നിവയെ കുറിച്ചുള്ള അധ്യായങ്ങൾ അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ പ്രതിസന്ധികളെയും പൗരാവകാശ ലംഘനങ്ങളെയും കുറിച്ചുള്ള നിഷ്പക്ഷമായ വിശകലനങ്ങൾ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിനൊപ്പം ശാസ്ത്ര വിഷയങ്ങളിലും NCERT വരുത്തിയ വെട്ടിക്കുറക്കലുകൾക്കും LDF സർക്കാർ പൂട്ടിട്ടിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിൽ ചാർലസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ടെന്ന നിലപാടിൽ കേരളം അത് സിലബസിൽ നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായി. രസതന്ത്രത്തിലെ അടിസ്ഥാന ഘടകമായ മൂലകങ്ങളുടെ ആവർത്തന പട്ടിക ഒഴിവാക്കിയതിനെതിരെ അത് അധിക പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ചരിത്രത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി മാറ്റിയെഴുതാൻ കഴിയില്ല. ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന ശാസ്ത്രീയമായ ഒരു വിദ്യാഭ്യാസ രീതി മാത്രമേ കേരളം പിന്തുടരൂ എന്ന രാഷ്ട്രീയ നിലപാടായിരുന്നു പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ PM3യുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ചത്. ഈ അധിക പാഠപുസ്തകത്തിലൂടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് വെച്ചതും അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ PM3 നടപ്പിലാക്കരുത് എന്ന് ഇങ്ങനെ പ്രതിപക്ഷം വാദിക്കുന്നത്. അവർ ഭരണപക്ഷത്തിരുന്നപ്പോഴും അതിനെ പിന്തുണച്ചിരുന്നില്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്തിയ പ്രതിപക്ഷമാണ് ഇപ്പോൾ ഭരണപക്ഷത്തെത്തുമ്പോൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നത്. എന്തായാലും PM3 പദ്ധതി നടപ്പിലാക്കാൻ UDF സർക്കാർ തീരുമാനിച്ചതിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച കാവ്യവൽക്കരണത്തിന്റെ തൊഴുത്തിൽ കെട്ടുകയാണെന്ന് നമുക്ക് നിഷ്കരണം പറയാൻ സാധിക്കും. ഇത് രാഷ്ട്രീയമായും വിദ്യാഭ്യാസപരമായും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. അതിനുപരി തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളുടെ നഗ്നമായ ലംഘനവും സംഘപരിവാർ അജണ്ടയോടുള്ള രാഷ്ട്രീയ കീഴടങ്ങളുമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതൊരു നയം മാറ്റം മാത്രമല്ല, ജനങ്ങളോടുള്ള രാഷ്ട്രീയ വഞ്ചന കൂടിയാണെന്ന് അതുകൊണ്ടാണ് ഇന്ന് പിണറായി വിജയൻ സഭയിൽ VD സതീശൻ സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും ഒക്കെ നോക്കി പറഞ്ഞത്.